ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തലശ്ശേരി പോയപ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി ഫ്രഷ് കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല തേങ്ങ അരച്ച് നല്ല കറിയാക്കി അങ്ങ് എടുത്താലോ. അതിനാദ്യമായിട്ട് വേണ്ടത് ഇത് നല്ല വൃത്തിക്കൊന്ന് കഴുകി നല്ലൊരു പാത്രം എടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം പുഴുങ്ങി അങ്ങ് എടുക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം പകുതി കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് പതുക്കെ അടർത്തി മാറ്റുക. മെയിൻ പരിപാടി ഇതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ അടർത്തി മാറ്റി കഴിയുമ്പോൾ അതിനുള്ളിലെ വേസ്റ്റും കാര്യങ്ങളും അതും ഇതുമൊക്കെ എടുത്ത് വൃത്തിയാക്കാനുണ്ട്. ഇതാണ് മെയിൻ മടുക്കുന്ന പരിപാടി. ഞാൻ നോക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുള്ള് വൃത്തിയാക്കിയത് ഉഷാമയാണ്. എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തെടുത്ത് വൃത്തിയാക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 3-4 വെള്ളത്തിൽ അങ്ങോട്ട് കഴുകുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പകുതി കുക്ക് എന്തായാലും ആയിട്ടുണ്ടാവും. കഴുകി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുക കേട്ടോ. ഇപ്പം തൽക്കാലം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങുമ്പം ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് പുഴുങ്ങുന്നത് കേട്ടോ. ഇതും ഏകദേശം ഒരല്പമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. നല്ല വൃത്തിക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയാണ് മസാല പരിപാടി. അതിലേക്ക് വേണ്ട തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കുനു അരിഞ്ഞ് സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായി വരുമ്പോഴേക്കും നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങ് കൂട്ടിക്കുക. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഒന്ന് സവോള അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടങ്ങ് വഴണ്ട് വരട്ടെ. അതിനുശേഷം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കുക. കുറച്ച് കളർ മാറുന്ന വരെ അങ്ങ് വഴറ്റി വരട്ടെ. ഇനി അടച്ച് വെക്കാം കുറച്ച് സമയം. അപ്പോഴേക്കും ഒരു ഹാഫ് കുക്കായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അത് ഏകദേശം കളറൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്വന്തം തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വരട്ടെ. അപ്പം അടച്ച് വെക്കാം. എല്ലാം അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് ഇതിലേക്ക് വേണ്ട മെയിൻ സാധനം മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാല അധികം വേണ്ടവർ അധികം ഇടണ്ട കേട്ടോ. നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വഴണ്ടി വരുമ്പോഴത്തേക്കും കല്ലുമ്മക്കായും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്തരച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർക്കുമ്പോൾ എന്താ മണം! സൂപ്പറായിട്ടുണ്ട്. ഇപ്പോഴേ എടുത്ത് കഴിക്കാൻ തോന്നും. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ പുഴുങ്ങുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേണം ഇതിലേക്ക് വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂടുവെള്ളമോ വേറെ വെള്ളമോ ഒന്നും ഒഴിക്കണ്ട. നമ്മൾ കല്ലുമ്മക്കായ് പുഴുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.